ഒരു ഗജവീരൻ്റെ പുറത്ത്. അന്നത്തെ ആ രാത്രിയിൽ സ്വർണ്ണപ്രഭ ചുരിയുന്ന കോലത്തിലേറിയ തിടമ്പുമായി എല്ലാവരും വാദ്യമേളങ്ങളോടെ എത്തി. കുളക്കടവിൽ താൽക്കാലികമായി നിർമ്മിച്ച പന്തലിലെ പീഠത്തിൽ തിടമ്പു വച്ച് പൂജകൾ നിർവഹിച്ചു. തിടമ്പുമായി പൂജാരി കുളത്തിലേക്ക് ഇറങ്ങി. വളരെയധികം പേർ കുളത്തിനു ചുറ്റും ആറാട്ട് കാണുവാനായി നിൽപ്പുണ്ട്. ആറാട്ട് കഴിഞ്ഞ് കയറിയാൽ കുളക്കരയിൽ ഭഗവാൻ ഭക്തജനങ്ങളുടെ നിറപറ സ്വീകരിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളുമായി കുറെ പേർ വേറെയും നിൽപ്പുണ്ട്. ഇരുൾ നിറഞ്ഞ ജലത്തിലെ വൈദ്യുത ദീപങ്ങളുടെ നിഴൽ അല്പമൊന്നനങ്ങി. ഒരു തവണ മുങ്ങിയ പൂജാരി നിവർന്ന് കയ്യിലെ ഓട്ടുരുളിയിലെ തിടമ്പുമായി കരയിലേക്ക് നടന്നു. മുന്നിൽ കുത്തുവിളക്ക് പിടിച്ച് അതിന് അവകാശപ്പെട്ട ഒരാൾ. കുറച്ചുനേരം വീണ്ടും പൂജ. അതിനുശേഷം കുത്തുവിളക്കിൻ്റെ അകമ്പടിയോടെ പൂജാരി തിടമ്പുമായി വീണ്ടും കുളത്തിലേക്കിറങ്ങി. പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് ഒന്നു മുങ്ങി. ഭക്തി നിർഭരമായ ഭഗവൻ നാമങ്ങൾ ഉയരേണ്ടുന്ന സമയം പെട്ടെന്നൊരു കൂവൽ. ഉടൻ തന്നെ മറ്റാരൊക്കെയോ കൂടെ കൂവാൻ തുടങ്ങി. ഭഗവാനെ അപമാനിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ ഇവിടെ ആണൊരുത്തനുമില്ലേ? ഇങ്ങനെയൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നില്ലേ? എത്രയോ അധികം ക്ഷേത്രങ്ങളിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് സമാപന ചടങ്ങായ ആറാട്ടിന് നിങ്ങൾ പോയിട്ടുണ്ടാകും. പക്ഷെ എവിടെയെങ്കിലും ഇങ്ങനെയൊരു കൂവൽ ആറാട്ട് സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാട്ടിക പഞ്ചായത്തിലാണ് കുറുക്കൻകുളം എന്നറിയപ്പെടുന്ന ഈ ആറാട്ടുകുളം ഉള്ളത്. തൃപ്രയാർ തേവർ ആറാട്ടു നടത്തുന്ന 7 കുളങ്ങളിൽ ഒന്നാണിത്. ചേറ്റുവ മുതൽ മതിലകം വരെ നീളുന്ന ദേശീയപാത 66 സമാന്തരമായിട്ടുള്ള കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിനരികിലാണ് ഈ കുളം. നാട്ടിക ശ്രീനാരായണ കോളേജിന്റെ വടക്കുഭാഗത്തായി ചേർക്കര എന്ന സ്ഥലത്താണ് ഇതിന്റെ സ്ഥാനം. ക്ഷേത്രോത്സവത്തിലെ അവസാന ചടങ്ങാണ് ആറാട്ട് എങ്കിലും തൃപ്രയാറപ്പന് ഗ്രാമപ്രദക്ഷിണത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ആറാട്ടുണ്ട്. ആറാട്ടുപുഴ പൂരത്തിന് പുറപ്പെട്ട ശേഷം സേതുക്കുളം, പുത്തൻകുളം, ബ്ലാഹിയിൽക്കുളം, കോതക്കുളം, കുറുക്കൻകുളം, രാമൻകുളം, കുട്ടൻകുളം എന്നിവിടങ്ങളിലാണ് ഭഗവാൻ ആറാട്ട് നടത്തുന്നത്. ഇതിൽ സേതുക്കുളത്തിൽ 2 തവണയും പുത്തൻകുളത്തിൽ 5 തവണയും ആണ് ആറാട്ടുള്ളത്. ഏറെ പ്രത്യേകതകളുള്ളത് കുറുക്കൻകുളത്തിലെ ആറാട്ടിനാണ്. കേരളത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള 4 ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക പഞ്ചായത്തിലുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ ദേവമേളയ്ക്ക് നെടുനായകത്വം വഹിക്കുവാൻ പുറപ്പെടുന്ന തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. പരമ്പരാഗത പാതകളിലൂടെ മാത്രമാണ് ഭഗവാന്റെ ദേശം ചുറ്റൽ. പ്രജകളുടെ ക്ഷേമമന്വേഷിക്കുവാൻ രാമവീഥികളിലൂടെയുള്ള ഈ യാത്രകൾ ഭക്തി നിർഭരവും ആചാര സമൃദ്ധവുമാണ്. എന്തെങ്കിലും കാരണവശാൽ ഒരിക്കൽ വഴിമാറിപ്പോകേണ്ടി വന്നാൽ പിന്നെ പഴയ വഴിയിലൂടെ ഭഗവാൻ പോകാറുമില്ല എന്നതും പ്രത്യേകതയാണ്. ഓരോ ദിവസവും ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷം തിരികെ ക്ഷേത്രത്തിലെത്തിയാൽ ബാക്കിയുള്ള ക്ഷേത്ര ചടങ്ങുകൾ കൂടി പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും പിന്നീടുള്ള ഗ്രാമപ്രദക്ഷിണം നടക്കുന്നത്. ഞങ്ങൾ നേരത്തെ ചോദിച്ചു നിർത്തിയ ഒരു ചോദ്യത്തിലേക്ക് തിരികെ വരികയാണ്. ഭഗവാന്റെ ആറാട്ടു സമയത്ത് ഇത്തരത്തിൽ കൂകിയവരെ കൈകാര്യം ചെയ്യുന്നതിന് ആണുങ്ങൾ ആരുമില്ലേ എന്നതായിരുന്നു ചോദ്യം. പുരാവൃത്തത്തിലേക്കൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ അന്ന് കാലത്ത് ഈ പ്രദേശത്തെ കശുമാവിൻ തോപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. താഴ്ന്നു കിടക്കുന്ന പന്തലിച്ച നിരവധി പറങ്കിമാവുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശം. അന്നും തൃപ്രയാറപ്പൻ ഈ കുളത്തിൽ ആറാട്ടിന് വന്നിരുന്നു. ഇന്നത്തേതുപോലെ ആൾപ്പാർപ്പുള്ള സ്ഥലവുമല്ലായിരുന്നു ഇവിടം. തേവരെ അനുഗമിച്ചെത്തുന്ന ഭക്തരുടെയും എണ്ണം കുറവായിരുന്നു. വഴിനീളെ ഇന്നത്തേതുപോലെ പ്രൗഢഗംഭീരവും ആചാരപരവുമായ എതിരേൽപ്പും ഇല്ലായിരുന്നു. വിജനമായ രാമവീഥിയെ കീറി മുറിച്ച് തീവെട്ടിയുടെയും ഓലച്ചൂട്ടിൻ്റെയും കുത്തുവിളക്കിൻ്റെയും പ്രകാശം മാത്രം. കേളിയും മറ്റും മേളവുമെല്ലാം കഴിഞ്ഞ് തൃപ്രയാർ തേവർ ആറാട്ടിനിറങ്ങി. ഭക്തർ ഹരേ രാമ എന്ന് തുടങ്ങുന്ന കലിസംതരണ മന്ത്രം ജപിക്കാൻ ആരംഭിച്ചു. കുറേ പേർ തേവരേ എന്നും വിളിക്കുന്നുണ്ട്. ഈ സമയം മന്ത്രജപത്തെയും കടത്തിവെട്ടി ഒരു കൂവലുയർന്നു. വിജനപ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ള കുറുക്കന്മാരാണ്. ഒരുപക്ഷെ അവരും ഭഗവൻ നാമം ഉച്ചരിക്കുവാൻ ശ്രമിച്ചതായിരിക്കുമല്ലേ. എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിൽ ആറാട്ടു സമയത്ത് കൂവാൻ ആരംഭിച്ചത് എന്നും അനുമാനിക്കാം. ഇതിനുശേഷമാണത്രേ ഭഗവാൻ ആറാടുന്ന ഈ കുളത്തിന് കുറുക്കൻ കുളം എന്ന പേര് സിദ്ധിച്ചത്.
പിന്നീട് ആറാട്ട് നടക്കുന്ന സമയത്തെല്ലാം മറ്റൊരു തമാശ കൂടിയുണ്ട്. തൃപ്രയാരപ്പൻ്റെ ഒപ്പം അത്രയും സമയം നടന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സാർ എന്ന് വിളിച്ചിരുന്നവർ ആറാട്ട് സമയത്ത് വിളിക്കുന്നത് പോലീസ് കുറുക്ക എന്നാണ്. ചെണ്ടയെടുത്തയാൾ ചെണ്ടക്കുറുക്കൻ, പിന്നെ മദ്ദള കുറുക്കൻ, എല്ലാവരുടെയും പേരിനൊപ്പം കുറുക്കൻ ചേർത്തുള്ള വിളികൾ എന്തൊരു കൗതുകമാണ് പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ ഈ പ്രദേശത്ത് കുറുക്കന്മാർ വളരെയധികം ഉണ്ടായിരുന്നതിനാലായിരിക്കാം ഇവിടം കുറുക്കൻ കുളമെന്ന് അറിയപ്പെട്ടത്. ദേശവലത്തിൻ്റെ 3-ാം ദിനത്തിലാണ് തൃപ്രയാർ തേവർക്ക് കുറുക്കൻ കുളത്തിൽ ആറാട്ട് നടക്കുന്നത്. സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിലെ നിയമവിധി കഴിഞ്ഞതിന് ശേഷമാണ് തൃപ്രയാർ തേവർ കുറുക്കൻ കുളത്തിലെ ആറാട്ടിന് പുറപ്പെടുന്നത്. വഴിനീളെ തോരണമിട്ടും നിറപറ വച്ചും അലങ്കാര ബൾബുകളിട്ടും ഭക്തർ തേവരുടെ സ്വീകരണത്തിൽ പങ്കെടുക്കുന്നു. ഒപ്പം കലാപരിപാടികളും ഒപ്പം വരുന്ന ഭക്തന്മാർക്ക് ഭക്ഷണ സാധനങ്ങളും ദാഹശമനത്തിനുള്ള വെള്ളവുമെല്ലാം നൽകുന്നത് കാണാം. ആറാട്ട് കഴിഞ്ഞ് രാത്രി ക്ഷേത്രത്തിൽ തിരികെ വന്നതിന് ശേഷം
അന്നത്തെ ബാക്കി ക്ഷേത്ര ചടങ്ങുകളും പൂർത്തിയാക്കിയാണ് ക്ഷേത്രനട അടയ്ക്കുന്നത്. ഇത് കാണാത്തവരും കേൾക്കാത്തവരുമായ ഭക്തർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു നൽകാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അനുഭവം കമൻ്റായി ഈ വീഡിയോയുടെ താഴെ ഇടുക. എല്ലാവരും അറിയട്ടെ ഇത്തരം വ്യത്യസ്തമായ ആചാരങ്ങൾ. ഇനി മറ്റൊരു ചില്ലറ കാര്യത്തിനായി കാത്തിരിക്കുക പ്രിയപ്പെട്ടവരെ.